ഗൈസ് ഇതാ പോകുന്നു. ആ കള്ളന്മാർ എൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. ഗൈസ് ആകെ പണി കിട്ടി. ഞാൻ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് രാത്രി ഞങ്ങളൊരു ഫോറസ്റ്റ് ട്രിപ്പ് അടിക്കാൻ പോകുമായിരുന്നു. അപ്പോഴേക്കും ഇവിടെ വന്നിട്ടേ ഉള്ളുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു കള്ളം വന്നിട്ട് എൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ ഇന്ന് രാവിലെ പോയി എടുത്തൊരു പുതിയ വണ്ടിയായിരുന്നു അത്. ഇന്ന് ഇതാ കള്ളം കൊണ്ടുപോവുകയും ചെയ്ത് പോകുന്ന ആ വണ്ടി. ഓ അയ്യോ ഗൈസ്, ഇവിടെ വെച്ചാൽ ഒന്നാമത് സിഗ്നലിൽ ആൾക്കാർ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. ഗൈസ് അവൻ എന്ത് സ്പീഡിലാണ് പോകുന്നത്. ഞാൻ പോലും എൻ്റെ വണ്ടി ഇത്ര സ്പീഡിൽ ഓടിച്ചിട്ടില്ല. ഓ മൈക്കിളിൻ്റെ വണ്ടി സ്റ്റിയറിങ് ശരിയല്ല. ഇവൻ്റെ ഓഫ് റോഡ് ടയർ ആയതുകൊണ്ട് തിരിയാൻ കുറച്ച് പണിയാണ്. പിന്നെ ഗിയറൊന്നും മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല. ഒയ്യോ ദാണ്ട് അവൻ്റെ മാപ്പിൽ പോലും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ ഗൈസ്. ഒയ്യോ അവൻ പോയി, അവൻ എത്രയോ മുന്നിലാണ്. ഒയ്യോ ഗൈസ് അവൻ മിസ്സായിട്ടെ. മിക്കവാറും ആ വണ്ടി എൻ്റെ അടുത്ത് മിസ്സായി. ഷടാ ഗൈസ്, നമുക്ക് വേഗം വണ്ടിയുടെ ലൊക്കേഷൻ ഒന്ന് ടാർഗറ്റ് ചെയ്യാം. കിട്ടുമോ നോക്കാം. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ലൊക്കേഷൻ കാണിക്കുന്നത് നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിൽ വരുന്ന ടെന്നീസ് കോച്ചിൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. എന്തായാലും അവിടെ എങ്ങാണ്ടാണ് ഈ ഒരു കള്ളം പോയിട്ട് വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. ഓക്കെ ഇതുവരെയാണ് ഇതന്നെയാണ് റോഡ് കേട്ടോ. ഓക്കെ അവിടെ ഒരു വണ്ടിയുടെ ലൈറ്റ് കാണുന്നുണ്ട്. ഓ ഗൈസ് അതെൻ്റെ വണ്ടി തന്നെയാണ്. ചേടാ എന്നാലും കള്ളൻ, കള്ളൻ താണ്ടെ മുകളിൽ നിൽക്കുന്നത്. അത് കള്ളനാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇതാണ് എൻ്റെ വണ്ടി. ഓക്കെ അവനാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ നിർത്തി നോക്കാം. ഓക്കെ ഇവൻ തന്നെയാണ് ഗൈസ്, അവൻ തന്നെയാണ് ആ കള്ളൻ. ഗൈസ് മൈക്കിളിൻ്റെ വീട്ടിൽ വരുന്ന ആളാണ് എൻ്റെ വണ്ടി ഇപ്പോൾ കട്ടുകൊണ്ട് പോയിട്ടുള്ളത്. സോ എന്തായാലും മൈക്കിള് അവനക്കൊരു നല്ല അടിപൊളി പണി തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് അവൻ വണ്ടിയിൽ പറഞ്ഞു, നമ്മുടെ മൈക്കിളിൻ്റെ വണ്ടിയുടെ ബാക്കിലായിട്ട് റോപ്പും കാര്യങ്ങളുണ്ട്. നമുക്കത് അവൻ്റെ വീടിൻ്റെ ആ തൂണില്ലേ, ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. അവൻ്റെ ഈ ഒരു ബാൽക്കണിയുടെ സൈഡിലുള്ള ആ തൂണുമ്മ കെട്ടാനാണ് ഇപ്പോൾ മൈക്കിൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും അവിടെ കൊണ്ട് ഇത് കെട്ടി ഒന്ന് ഉറപ്പിച്ച് കെട്ടിയിട്ട് നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ടൊന്ന് വലിച്ചു നോക്കാം. എങ്ങാനും ഇത് പൊളിഞ്ഞാടിയ മൈക്കിളിന് സന്തോഷമായിക്കോളും. ഇതന്നെയായിരിക്കും അവൻ്റെ വീട്. അവൻ്റെ വീടല്ലെങ്കിൽ നമ്മളെ പിടിച്ച് പൊക്കും ഇവിടുന്ന്. അത്ര ഉള്ളു ഉണ്ടാവുക ഗൈസ്. ഓക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ മൈക്കിളെ സെറ്റാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടി എടുക്കല്ലേ ഗൈസ്. വണ്ടി എടുക്കാൻ പ്ലാൻ തന്നെയാണ്. മൈക്കിളൊന്നും പറയുന്നില്ല. ഇവന്മാർ രണ്ടുപേരും നല്ല ചൂടാവലും പിന്നെ പറയുന്നില്ല. സോ എന്തായാലും ഇവന്മാർ രണ്ടുപേരും നല്ല തല്ലിലാണ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് മാറി നിൽക്കട്ടെ. മൈക്കിള് ഗൈസ് ഇവിടെ മൈക്കിൾ ഫുള്ള് ബാഡ് വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. എനിക്കത് കേൾക്കാൻ വയ്യ. ഞാൻ എന്തായാലും വണ്ടിനകത്ത് കയറി ഇരുന്നിട്ടുണ്ട്. സോ മൈക്കിൾ തന്നെയാണ് ഇവൻ്റെ പെര നശിപ്പിക്കാൻ പോകുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇടപെടുന്നില്ല, കാരണം എനിക്ക് വയ്യ ഇതിൻ്റെ ഇടയിൽ തല്ല് കൊള്ളാൻ. നമ്മൾ ത്രോട്ടിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ അവൻ്റെ വീട് പൊളിയും. ഗൈസ് അത് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പൊളിഞ്ഞ് അവൻ്റെ വീട് ചാടി. കമോൺ യെസ് ഗൈസ്. അതിപ്പോൾ ബെൻഡായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു വലിക്ക് അത് ചാടും ഉറപ്പാണ്. ഓക്കെ ചാടി. കമോൺ കിട്ടി ഗൈസ്. അത് ചാടി കേട്ടോ, ചാടി. യെസ്. ഗൈസ് ഈ വീടിൻ്റെ സൈഡ് മൊത്തം പൊളിഞ്ഞു പോണു. എൻ്റെ അളിയോ അവന്മാരെ കാണുന്നില്ല. ഈ അവന്മാർ മുങ്ങിയെന്ന് തോന്നുന്നു. എങ്ങാനും ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു വഴി ചാടേണ്ടതാണ്. ഇവിടെ ഒന്നും കാണുന്നില്ല. ചേടാ ഗൈസ് അവന്മാർ പോയി ഉറപ്പാണ്. മൈക്കിളെ വണ്ടി എടുത്തോ, ഇനി സീനാവും. നീ വണ്ടി എടുത്തേ ഗൈസ്. ഇനി അവന്മാരെ എന്തെങ്കിലും സീൻ ഉണ്ടാക്കാൻ വരുമോ എന്ന് എനിക്കറിയില്ല. ഇത് അവന്മാരെ വീടാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇതൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം മൈക്കിളിന് മാത്രമേ അറിയുള്ളൂ. മൈക്കിളാണ് ഇതിൻ്റെ മെയിൻ ലീഡർ കേട്ടോ. എൻ്റെ വണ്ടി എടുത്തു പോയി. അപ്പോഴേക്കും മൈക്കിൾ എൻ്റെ കൂടെ വന്നിട്ട് സഹായിച്ചു. ഇത്രയേ ഉള്ളൂ. ഞാൻ ആ വണ്ടിക്കാരൻ്റെ പുറകെ ഓടി. മൈക്കിൾ വേഗം വണ്ടി കയറാനായിട്ട് വന്നതാണ്. സോ ഞാൻ എന്തായാലും ഇനി മൈക്കിളിൻ്റെ വീട്ടിലാണ് ഇന്ന് കിടന്നുറങ്ങുന്നത്. എനിക്ക് വയ്യ ഇനി എൻ്റെ വീട്ടിൽ പോകാൻ കഴിച്ചു. ഇതാണ് അയ്യോ അത് ടെന്നീസ് കോച്ചിൻ്റെ വീടല്ല ഗൈസ്. ആകെപ്പെട്ട് നമ്മുടെ സിറ്റിയിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഗാങ്സ്റ്റർ ടീമിൽ ഒരാളാണ്. അപ്പോൾ അവരെ ലീഡറിൻ്റെ വീടാണ് ഇപ്പോൾ നമ്മൾ പൊളിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ ഒരു ടെന്നീസ് കോച്ച്. പക്ഷെ എൻ്റെ അളിയെ പെട്ട് ഇതാണ്ട്. ഒയ്യോ ഗൈസ് ഇതാ ഗാങ്സ്റ്റർ ടീമിൻ്റെ വണ്ടിയാണ്. ഒയ്യോ ഇവന്മാരെന്തിനാണ് എൻ്റെ പിന്നാലെ വരുന്നത്. ഒയ്യോ പെട്ട് കേട്ടോ. ഇവർ വെടിയേക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മളും തിരിച്ച് പണി കൊടുക്കും. മൈക്കിളെ ഗണ്ണെടുത്തോ, ഇവന്മാർക്കിട്ട് പണി കൊടുക്കും. അയ്യോ ഗൈസ് എനിക്ക് ഫ്രാങ്കിൾ ആവാൻ കഴിയുന്നില്ല. ഫ്രാങ്കിൾ ഇവിടെ ഒളിച്ചിരുന്നു. നീ ചെറിയ തോക്കോട്. ഓക്കെ നമുക്കിവിടെ ഫ്രാങ്കിൾ ആവാൻ വയ്ക്കും. യെസ് ഓക്കെ അവിടെ എത്ര പേരാണ്, 5-6 പേരായിട്ടുണ്ട് കേട്ടോ. അയ്യോ അവിടെ ഗ്ലാസ് ആയതുകൊണ്ട് അവരെ വെടിയേക്കാൻ കഴിയുന്നില്ല. ഓക്കെ എടാ മരത്തിൻ്റെ ബാക്കിൽ നിൽക്കണമെന്നാണ് എന്നെ വെടിവെച്ചത്. ഇപ്പോൾ അവൻകിട്ട് ഞാൻ തന്നെ പണി കൊടുക്കും. എവിടെ ഒരുത്തവിടെ മറിഞ്ഞിരുന്ന് വെടിവെക്കുന്നുണ്ടോ ഈ കാറിൻ്റെ ബാക്കിൽ. അയ്യോ ഓക്കെ അവനെ തീർത്ത്. ഓക്കെ ഇവിടെ എടുത്ത്. അവൻ ചത്തിട്ടില്ല.
ഒരുത്തനോടെ അവിടെ ഉണ്ടായിരുന്നവനോടെ. ഓ അതെ അതെ അതെ. ഓക്കെ അവനെ കിട്ടി. പിന്നെ ഒരാളും കൂടി ഉണ്ട്. അതെവിടെ? രണ്ടാൾ ഓടുന്ന കാറിൻ്റെ ബാക്കിൽ. ഇവ ഇതുവരായിട്ട് ചത്തില്ലേ ഗൈസ്? ഇതാ നിൽക്കുന്നവൻ. ഓക്കെ വാടാ. ഓ ഓക്കെ അവൻ തീർന്ന് ഗൈസ്. എൻ്റെ ഉണ്ടോ കയ്യിന്? ഓക്കെ ലോഡ് ചെയ്തു. ഓക്കെ എവിടെ? ഓക്കെ ഓ ഇതെന്തോന്ന്? ഓക്കെ ഗൈസ്. ഓ ആ വണ്ടി കത്തി. മൈക്കിളെ വേഗം കയറിക്കോ. ആ വണ്ടി എങ്ങാനും ബ്ലാസ്റ്റായി ആകെ സീനാവും ഇവിടെ ഗൈസ്. ഇവിടെ എന്തായാലും മൈക്കിളിൻ്റെ വീട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് തന്നെയാണ് നമ്മുടെ മൈക്കിളിൻ്റെ വീട്. പോലീസൊന്നും ഇപ്പോൾ വന്നിട്ടില്ല, വാണ്ടർ ലെവലൊന്നും വന്നിട്ടില്ല. എന്തായാലും സീനില്ല എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. എന്ത് ഗേറ്റഡേ. ഇവിടെ എൻ്റെ വണ്ടിക്ക് ഒരു വിലയില്ലേ? എന്നാ ബമ്പർ വരെ ഇളകിപ്പോയി. ഓ ചേടാ ഇതെന്തൊരു വിലക്ക ഗൈസ്. കുഴപ്പമില്ല, എൻ്റെ വണ്ടിയല്ല. അയ്യോ എൻ്റെ വണ്ടി എടുക്കാൻ മറന്നു അവിടുന്ന്. അതെന്തായാലും ഇനി സീനില്ല, നമുക്ക് എപ്പോഴേലും പോയി എടുക്കാം. അയ്യോ ഇനി അവന്മാരെങ്ങനെ പോയിരിക്കും? അവന്മാരൊക്കെ തീർന്നില്ലേ, ഇനി സീനില്ല. എന്തായാലും അവന്മാരെ സീൻ ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മെയിൻ ലീഡറിൻ്റെ വീട് പൊളിച്ച കാരണം അവന്മാരെന്തായാലും പ്രതികാരത്തിന് ഇറങ്ങും. ഇനി ഇറങ്ങുമെന്ന് ഉറപ്പില്ല. അതാണ്ടോ അവന്മാരെ വണ്ടിയല്ലേ എടേ ഗൈസ്? അതിൽ ആ രണ്ടാമത് ബ്ലാസ്റ്റ് ആയ വണ്ടിയല്ല. ഒയ്യോ ഗാങ്സ്റ്റർ ടീമിൻ്റെ ലീഡർ. എൻ്റെ അളിയാ എവിടെ? എൻ്റെ പേര് ഫ്രാങ്ക്ലി. നിങ്ങൾക്ക് എന്ത്? എൻ്റെ പേര് ഫ്രാങ്ക്ലി. ലൈസൻസോ? എവിടെ എൻ്റെ ലൈസൻസ് കീറുമോ? ഡേയ് ചതിക്കല്ലട്ടാ. അതെനിക്ക് വേണം. എടാ ഇവൻ എന്ത് കാണിക്കുന്നടാ? എടാ എനിക്കതില്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയില്ല. ഷടാ ഇവനെന്തിനാ എന്നോട് ചൂടാവുന്നേ? ശിവന്മാരെന്തിനാ എന്നോട് ചൂടാവുന്നേ? അത് നല്ല കഥ. അതെ ഇവന്മാർ എൻ്റെ വണ്ടി എടുത്തോണ്ട് പോയിട്ട് അത് പോയി പൊക്കേനാണ് ഇവന്മാർ നമ്മളോട് ചൂടാവുന്നത്. അത് ശരി, വണ്ടിയൊക്കെ നിങ്ങൾക്ക് കക്കല്ലേ? നിങ്ങൾക്ക് ഗാങ്സ്റ്റർ ടീം ആണെന്ന് കറക്റ്റ് അറിയില്ലട്ടോ. അതെ ഞങ്ങളൊരു വീക്ക് തന്നാ മതി, നിങ്ങൾ ഇവിടെ കടക്കും. ഓ ഗൈസ് ഇവന്മാർ സീനാണ്. ഇതാ അവൻ്റെ കയ്യിൽ ബാറ്റ്. അയ്യോ എടാ ഞാൻ വെറുതെ. ഓ എടാ മൈക്കിളെ, എൻ്റെ മൈക്കിളെ എനിക്കൊന്നും നിന്നെ ചെയ്യാൻ കഴിയുന്നില്ല. അവരെന്നെ ഗൺ പോയിന്റിൽ വെച്ചിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഗൈസ് ആകെ സീനായി കേട്ടോ. മൈക്കിളിന് നല്ലോണം പരിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ബാറ്റ് തന്നെ നല്ല ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബാറ്റാണ്. പക്ഷെ എൻ്റെ അളിയാ മൈക്കിളിന് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഇവന്മാരെ നമ്മൾ കേസ് എന്തായാലും കൊടുക്കണം. ചേടാ ഇവന്മാര് എൻ്റെ വണ്ടി കൊണ്ടുപോയ കള്ളന്മാരെ പിടിച്ചിട്ട് അവർക്കിട്ട് പണി കൊടുത്തപ്പോൾ അവർ തിരിച്ചു പണി തരാൻ നടക്കാം. ആയി ശരി, ഇതെന്ത് ഗാങ്സ്റ്റർ? ശിവന്മാർ സീനാട്ടാ. ഞാൻ എന്തായാലും മെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഞാനിവിടെ കണ്ണാടി വെച്ച് ഞാൻ അവരെ തന്നെയാണ് നോക്കുന്നത്. തല വേറെ സൈഡിലേക്കാണെങ്കിൽ അവർ തന്നെയാണ് എനിക്ക് നോക്കുന്നത്. കാരണം എപ്പോഴാണ് ബാറ്റ് കൊണ്ട് ഒരു അടി കിട്ടുകയെന്ന് ഉറപ്പില്ല. സോ ഗൈസ് ആ ശല്യങ്ങൾ ഒഴിവായി പോയിട്ടുണ്ട്. എന്നാലും ഇനി സീനില്ല. ഓ അമ്മാരൊരു അലക്ക. എൻ്റെ പൊന്നു മൈക്കിളെ, നിനക്ക് നല്ല വേന എടുത്തില്ലേ? ഓ നല്ല വേന എടുത്തോ. എൻ്റെ വയറിപ്പോഴും വേന വന്നുണ്ട്. മിക്കവാറും ഏതെങ്കിലുമൊക്കെ എല്ല് പൊട്ടിയിട്ടുണ്ടാകും. എന്തായാലും സീനില്ല, നല്ല ഉറക്കം വരുന്നേ. നീ ഇനി എന്തായാലും നിന്റെ അവിടെ പോകുന്നുണ്ടോ? എനിക്ക് വയ്യ. എത്ര ഓടാണ്ട്. അതിലേക്കൊരു നല്ലത് നിന്റെ വീട്ടിൽ കിടക്കുന്നതാ. നമുക്ക് എന്തായാലും അവർക്കിട്ടൊരു പണി കൊടുക്കണം. ഇപ്പോഴല്ല, എപ്പോഴെങ്കിലും അവരറിയാതെ തന്നെ കൊടുക്കണം. ഓ എനിക്കിതിന്റെ പ്രതികാരം വീട്ടണം. ഫ്രാങ്ക്ലി നീ എനിക്ക് മുകളിലത്തെ റൂം സെറ്റാക്കി തരാം. നീ അങ്ങോട്ടേക്ക് വന്നേക്ക്. സോ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ നമ്മൾ രാവിലെ 7 to 8 മണിയുടെ ഇടയിലായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ നാളെ നമ്മളെ മിഷൻ 6 അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ.